പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് എനി ടൈം ന്യൂസും ദേശീയ മനുഷ്യാവകാശ സമിതിയും ചേർന്നൊരുക്കിയ മാൻ ഓഫ് ദി ഇയർ 2025 പുരസ്കാരങ്ങൾ ജില്ലാ ജഡ്ജ് എം അഷ്റഫും പ്രശസ്ത നർത്തകിയും കലാനിലയം കൃഷ്ണൻ നായർ ഫൗണ്ടേഷൻ ഡയറക്ടറും ചേർന്ന് പ്രമുഖർക്ക് സമ്മാനിച്ചു. ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. എനി ടൈം ന്യൂസ് നടത്തിയ അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് സേവ്യർ ചിറ്റിലപ്പള്ളി MLAക്ക് പുരസ്കാരം സമ്മാനിച്ചു. മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നഗരസഭയ്ക്കുള്ള പുരസ്കാരം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. ആതുര സേവന രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PK ദാസ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ PK കൃഷ്ണദാസിനെ വേണ്ടി നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ M ശ്രീനിവാസ് നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച മാൻ പവർ സപ്ലൈ സ്ഥാപനമായ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഉടമ രാഹുൽ തേലക്കാട് പുരസ്കാരം ഏറ്റുവാങ്ങി. കൺസ്ട്രക്ഷൻ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശരത് ഗണേഷ് ബിൽഡേഴ്സ് MDയും എഞ്ചിനീയറുമായ VU ശരത് പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റായ അനു ഫ്രാൻസിസ് പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മിനർവ അക്കാദമി ഡയറക്ടർ C രാജേഷ് പുരസ്കാരം ഏറ്റുവാങ്ങി. കമ്പ്യൂട്ടർ സാക്ഷരതയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സുപ്രീം CSSE അക്കാദമി MD KV വത്സലകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച പാചകകലയ്ക്കുള്ള പുരസ്കാരം പാചക വിദഗ്ധൻ ഗണേഷ് സ്വാമി ഏറ്റുവാങ്ങി. മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം B അനിരുദ്ധൻ ഏറ്റുവാങ്ങി. മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള പുരസ്കാരം അശ്വതി ചിപ്സ് ഉടമ ഡോക്ടർ ഇളവരശ് ഏറ്റുവാങ്ങി. സമൂഹത്തിൽ മികച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന MS മെറിറ്റ് ഫെഡറേഷൻ MD മേഴ്സി ആന്റണി മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട്, എനി ടൈം ന്യൂസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് MU കുര്യാക്കോസ്, എഡിറ്റർമാരായ നിതിൻ സുഭാഷ്, ദിലീപ് നായർ, അവതാരകൻ ജോബി ജോൺ, ക്യാമറമാൻ ലിയോ പോൾ, മാർക്കറ്റിംഗ് മാനേജർ പ്രദീപ് S കുട്ടി, ന്യൂസ് റീഡേഴ്സായ മായ രവി പ്രകാശ്, തനുശ്രീ സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എനി ടൈം ന്യൂസിനും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അകൈതവുമായ നന്ദി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലും അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് സാറിൻ്റെ പേരിലും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ ഞങ്ങളെ ക്ഷണിച്ച ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് രാഹുൽ തേലക്കാട്ട് എന്നാണ്. ഞാനൊരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഷൊർണൂരായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നത് ആദ്യം. അവിടുന്ന് മെല്ലെ മെല്ലെ നമ്മളത് തൃശ്ശൂരിലേക്ക് മാറി. ഇന്നത് ചെന്നൈയിലും ബോംബെയിലും ദുബായിലൊക്കെ ആയിട്ട് വളർന്നിരിക്കുന്നു. എൻ്റെ സ്ഥാപനം ഇന്ന് ഇത്രയും എത്താൻ കാരണം ഒന്നുകൊണ്ടല്ല, നമ്മുടെ സ്റ്റാഫാണ്. മീൻസ് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഫാമിലിക്കാരനാണ് ഇന്നിവിടെ എത്താൻ കാരണം. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരവരുടെ സ്റ്റാഫിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഇൻസ്പെക്ഷൻ സർവീസ് എന്നുള്ള ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ നെഗറ്റീവ് റിവ്യൂ പോലും നിങ്ങൾക്ക് അതിലുണ്ടാവില്ല. കാരണം അത്രയും ജെന്യുവനായിട്ട് കൊണ്ടുവന്ന സ്ഥാപനമാണ് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ്. നമ്മുടെ നാട്ടിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോയാലാണ് ഒരുപാട് അവാർഡ് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അപ്പോൾ രാജേട്ടനൊക്കെ ഈ ഒരു അവാർഡ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അത് ഈ ഒരു വേദിയിൽ താങ്ക് യു ഫോർ ഇൻക്രെഡിബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ദി ഹോണേഴ്സ്. താങ്ക് യു ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എനി ടൈം ന്യൂസിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. 3ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന എനി ടൈം ന്യൂസിന് ഇനിയും ഒരുപാട് വാർഷികങ്ങളും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ ഒരു പ്രോഗ്രാമിൽ അവാർഡിനായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ ഞങ്ങൾക്ക് ഇതിലൂടെ ഒരു പ്രചോദനം നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനി ടൈം ന്യൂസിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഈ നിമിഷത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു അവാർഡ്, നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ, നാട്ടിൽ നിന്ന് അവാർഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിലയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിലെ നല്ലൊരു നിമിഷമായി ഞാനത് ഓർത്ത് വയ്ക്കും. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും സെലക്ട് ചെയ്തതിനും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും നമുക്ക് സമയമില്ല. പക്ഷേ ഒന്ന് സൂചിപ്പിക്കാതെ ഈ നിമിഷം നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് മാധ്യമ പ്രവർത്തന രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ സേവന രംഗത്ത് നമുക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ട ആവശ്യകത വന്നുകൂടായികയില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ കൈപ്പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുക എന്ന മാധ്യമധർമ്മം നിറവേറ്റാൻ എനി ടൈം ന്യൂസിനും രാജശേഖരേട്ടനും വളരെ ഭംഗിയായി സാധിച്ചു. അദ്ദേഹത്തിൻ്റെ
ആ കൂട്ടായ്മയിൽ നിന്നാണ് നമുക്ക് പല രംഗങ്ങളിലേക്കും കടന്നു ചെല്ലാനും അതെല്ലാം ചെന്നിടത്ത് കീഴടക്കുക എന്നുള്ള ഒരു ധർമ്മത്തിലേക്കും നമുക്ക് എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ഇന്നിവിടെ സമ്മാനിച്ച എനി ടൈം ന്യൂസിനും ദേശീയ മനുഷ്യാവകാശ സമിതിക്കും കൂടാതെ ഇത് എനിക്ക് തന്ന അഷ്റഫ് സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിന് എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഈ ദിവസം വളരെ സന്തോഷകരം. വേണ്ടിയിട്ട് എനി ടൈം ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള രാജേട്ടനും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകരും കൂടി ഇത്തരത്തിലൊരു മേഖല കൂടി, സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു മേഖല തിരഞ്ഞെടുക്കാറ്, ഇത്തരത്തിലൊരു മേഖല കൂടി തിരഞ്ഞെടുത്ത് ഞങ്ങളെപ്പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാണിച്ച ആ സന്തോഷത്തിന്, ആ പ്രോത്സാഹനത്തിന് കാണിച്ച ആ രീതിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ, അതുപോലെ തന്നെ ഈ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. ഇത് ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമായി കാണും. ഇതിനുള്ള നന്ദി മനുഷ്യാവകാശ സംഘടനയ്ക്കും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന എനി ടൈം ന്യൂസിനും ആശംസ അർപ്പിച്ചുകൊണ്ട്, ആ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിവാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒന്നായി മനുഷ്യാവകാശ സംഘടനയും എനി ടൈം ന്യൂസും കൂടി ചേർന്ന് തന്ന ഈ അവാർഡിനെ ഞാൻ ബഹുമാനിക്കുന്നു. പ്രധാന കാരണം നമ്മുടെ അടുത്തുള്ള കോളേജിൽ ദീർഘകാലം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പുന്നക്കൽ നാരായണൻ സാറും അതുപോലെ തന്നെ ദീർഘകാലമായി മറ്റ് പല ബിസിനസ് രംഗത്തും നിൽക്കുന്നതും ഇപ്പോൾ മീഡിയ രംഗത്ത് നിൽക്കുന്നതുമായ രാജശേഖരനും അവരുടെ ടീം ചേർന്നൊരുക്കിയ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നാണെന്നുള്ളതുകൊണ്ട് ഞാൻ അധികം കൂടുതൽ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എനി ടൈം ന്യൂസും ദേശീയ മനുഷ്യാവകാശ സമിതിയും ചേർന്നൊരുക്കിയ ഈ ഒരു പരിപാടിയിൽ മാൻ ഓഫ് ദ ഇയർ പുരസ്കാരത്തിലേക്ക് എന്നെയും സെലക്ട് ചെയ്തതിന് ആദ്യമേ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക്, എക്സ്പെഷ്യലി ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ ഋഷി പൽപ് സർ, അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാജൻ സർ, അവരുടെ ടീം അംഗങ്ങൾ എന്നിവർക്ക് ഈ വേദിയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഏറെ അഭിമാനത്തിലും ഏറെ സന്തോഷത്തിലുമാണ് ഈ നിമിഷം എനി ടൈം ന്യൂസും ദേശീയ മനുഷ്യാവകാശ സമിതി പ്രവർത്തകരും. ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു പ്രവർത്തനം ഇനി മുന്നോട്ട് സഞ്ചരിക്കണം. പുരസ്കാരം വാങ്ങിയ ഓരോ പ്രവൃത്തി മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളോട് എനി ടൈം ന്യൂസിന് പറയാനുള്ളത്, കിട്ടിയിരിക്കുന്ന പുരസ്കാരം നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതുവരെയും സഞ്ചരിച്ച പാതയല്ല, ഇനി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നും ഈ പുരസ്കാരം അതിന് ഊർജ്ജമാകട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒപ്പം ചില പുരസ്കാരങ്ങൾ എങ്ങനെ തേടി വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ.
ഞാൻ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പുരസ്കാരം ലഭിക്കുന്നതിനായിട്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുരസ്കാരം എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ അന്ന് വേദിയിലിരുന്ന ആ പുരസ്കാരം സമ്മാനിച്ച വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്: കർമ്മം ചെയ്യുക, പ്രതിഫലം താനേ വരും. അത്രമാത്രം ഇവിടെ വന്ന പുരസ്കാരം മേടിച്ചവർക്കും ഒറ്റ വാക്കിൽ പറയുന്നു: കർമ്മം ചെയ്യുക, പ്രതിഫലം താനേ വന്നുകൊള്ളും. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.